നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചിട്ടുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും കൂടാതെ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞു പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചുരുക്കത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ വിശദമായിട്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെ, അതായത് ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോയിൽ വിശദമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിച്ചതുപോലെ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും ഫലങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആമുഖമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത്. ഒരാളുടെ ആരോഗ്യം, ആയുസ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയെ പറ്റി സംഖ്യാശാസ്ത്രം സാമാന്യമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവരുടെ എല്ലാം ജന്മസംഖ്യകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ കിട്ടുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മസംഖ്യ മാത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ്, അത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ ജന്മസംഖ്യ അനുസരിച്ചുള്ള സാമാന്യ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 4 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും ഏകദേശം അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറഞ്ഞു പോകാം. 4 എന്ന സംഖ്യ രാഹുവിന്റേതാണ്. 4 ജന്മസംഖ്യ എന്നാൽ 4-ാം തീയതി ജനിക്കുക, 13-ാം തീയതി ജനിക്കുക, 22-ാം തീയതി ജനിക്കുക, 31-ാം തീയതി ജനിക്കുക എന്നിവർക്കാണ്. ഇവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും. കൂടാതെ തികഞ്ഞ മതവിശ്വാസികളുമായിരിക്കും. പങ്കാളിയോട് സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് ഇവർ സൗഹൃദപരമായി ഇടപെടുന്നവരായിരിക്കും. ഇനി നമുക്ക് 4 ജന്മസംഖ്യയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു പോകാം. 4 ജന്മസംഖ്യയുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിപെടാൻ സാധ്യതയുള്ളത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇവരുടെ അസാമാന്യമായിട്ടുള്ള മനോബലം കൊണ്ട് രോഗങ്ങൾ ചിലപ്പോൾ ഇല്ലാതായി എന്നും വരാം. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ 4 ജന്മസംഖ്യയുള്ളവർ വർജിക്കേണ്ടതാണ് എന്നർത്ഥം. പ്രത്യേകിച്ച് ഇവർ മാംസഭക്ഷണം ഉപേക്ഷിക്കുക. കൂടാതെ ഉറക്കമൊഴിച്ചുള്ള തൊഴിലുകളിലും ഇവർ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. ജനുവരി, ഏപ്രിൽ എന്നീ മാസങ്ങൾ 4 ജന്മസംഖ്യയുള്ളവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. ഈ സമയങ്ങളിൽ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന 40, 58, 67, 76, 85 എന്നീ വയസ്സുകളിലൊക്കെ ഇവർ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശദമായിട്ടുള്ള 4 ജന്മസംഖ്യക്കാരുടെ സ്വഭാവ സവിശേഷതകൾ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.